ഹായ്. Hey guys, അങ്ങനെ നമ്മൾ ലേയോട് വിട പറഞ്ഞ് നമ്മളിപ്പോൾ മണാലി സൈഡിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ലേ മണാലി ഹൈവേ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇഷേക്ക് തുടങ്ങാം. ഇന്നെന്തായാലും മണാലിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. ഞാനെന്തായാലും പോകുന്ന വയ്ക്കുന്ന വില്ലേജ് സ്റ്റേ ചെയ്യാമെന്നൊരു പ്ലാനാണുള്ളത്. നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു വണ്ടിയിലാണ് വന്നത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആദ്യത്തെ ലിഫ്റ്റ് കിട്ടി. പിന്നെ നമുക്ക് അടുത്തേത് വണ്ടി കിട്ടുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചുങ്ലംസർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് മണാലിലേക്ക് 420 കിലോമീറ്റർ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇച്ചയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം ഏത് വണ്ടി കിട്ടുമെന്ന്. നമ്മളിപ്പോൾ കാരോയിലെത്തി. ഞാനൊരു ആർമി ഓഫീസറുടെ കൂടെയാണ് വന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മളിപ്പോൾ ഈ റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രക്ക് നിർത്തിയിട്ട് പോയി. വല്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ അത്. നിർത്തിയിട്ട് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു, എന്നിട്ട് വണ്ടി എടുത്ത് പോയി. അങ്ങനെ നമുക്ക് അടുത്ത വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ഞാൻ ഉള്ളത്. അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഉപ്സി ബ്രിഡ്ജ് കേട്ടോ, ഉപ്സിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ വണ്ടി സോമൂരിലേക്ക് പോകായിരുന്നു. അവിടെ നല്ല ലേക്കാണ്. നമ്മളങ്ങോട്ടേക്കല്ല പോകുന്നത്, നമ്മൾ മണാലി സൈഡിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഉപ്സി ബ്രിഡ്ജ്. നമ്മളിപ്പോൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. സൈഡിലായിട്ട് നമുക്ക് ആ റിവർ കാണാം. ആ റോഡ് കണ്ടോ? ആ റോഡാണ് ലേക്കിലേക്ക് പോകുന്ന റോഡ്. നമ്മളിപ്പോൾ മണാലി റോഡിലാണുള്ളത്. ഞാനിപ്പോൾ ഒരുപാട് ദൂരമായി നടക്കുന്നത്. ഒരു വണ്ടിയും വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ആ സ്കൈ നോക്കി, എന്ത് രസമാണല്ലേ. ഫുള്ള് ബ്ലൂ കളറായിട്ട് ആ മൗണ്ടെയ്ൻസും സൈഡിലായിട്ട് അരുവി ഇങ്ങനെ ഒഴുകാണ്. ഞാനിവിടെ ഇങ്ങനെ വണ്ടിയും കാത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ലെവലാണ്. എന്ത് പീസ്ഫുള്ളാണെന്നറിയോ. ഞാനിപ്പോൾ രുംസെ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണുള്ളത്. ആ കാണുന്നത് ഗവൺമെൻറ് സ്കൂളാണ് കണ്ടോ. ഈ ഒരു സൈഡിലായിട്ട് നോക്കിയാൽ നമുക്കൊരു പുതുതായിട്ടൊരു വീടെടുക്കുന്നതാണ്. ആ ഒരു മരം കണ്ടോ, ആ മരം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ റൂഫ് ഉണ്ടാക്കുക. എന്നാലും ഞാനിവിടുന്ന് തൊട്ടടുത്തൊരു ഗയ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. വില്ലേജിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ ഇത്തരത്തിലുള്ള മൗണ്ടെയ്ൻസ് ആണ്. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് യാക്ക് മെയിനായിട്ട് കാണാൻ പറ്റും. സൈഡിലായിട്ട് ഇത്തരത്തിലുള്ളൊരു പുല്ലാണ് ഇവിടെ കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നത് കണ്ടോ. സൈഡ് മൊത്തം ഈ തരത്തിലുള്ളൊരു പുല്ല് കൃഷിയാണ് ഇവല്ലേ. സത്യം ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ്. ഇതാണ് മണലിലേക്ക് പോകുന്ന റൂട്ട് ഇതാണ്. ഞാനിപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് പോവാണ്. വെൽക്കം ടു വില്ലേജ് ഗയ. നമുക്കതിൻ്റെ മുകളിലായിട്ടൊരു മൊണാസ്ട്രി ആണ് കണ്ടോ, അത് മൊണാസ്ട്രി ആണ്. ഇപ്പം നമ്മൾ ഗയ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ചെറുതായിട്ടൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. എൻ്റെ കയ്യിലായി ഓക്സിജൻ സാധനം ഇല്ല. ഇത് ബ്രോൺ എടുത്താണുള്ളത് ചെറിയ രീതിയിൽ. ഇപ്പം നമ്മൾ ഏകദേശം 13,000 അടി ഉയരത്തിലാണുള്ളത്. വേറെ ഒരു വൈബാണ് കേട്ടോ വില്ലേജ്. അവിടെ നമുക്ക് പശുക്കളൊക്കെ മേയുന്നതായിട്ട് കാണാം കണ്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണിത്. നമുക്ക് ഇവിടെ ഒരു അരുവി കാണാം. ഒരു ചെറിയൊരു മരത്തിൻ്റെ പാലം കാണാം കേട്ടോ. കൊള്ളാം അല്ലേ. ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വീടുകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് കാണാം. നമ്മളെന്തായാലും മുകളിലോട്ടേക്ക് കയറാണ്. ഇന്നധികം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ് ഉള്ളത്. ബ്രീത്തിങ് പ്രോബ്ലം നല്ലപോലെ ഉണ്ട്, വല്ലാതെ ശ്വാസം മുട്ടുന്നു. ഇവിടെ നമുക്കിങ്ങനെ പ്രയർ വീൽ കാണാൻ പറ്റും. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇതെന്താണ്? ഗോതമ്പാണോ? ഗോതമ്പാണെന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു പുല്ലാണെന്ന്. ഇതെന്തോ ഒരു ധാന്യമാണ്. കണ്ടിട്ട് ഗോതമ്പ് പോലത്തെ ഒരു ധാന്യം, അറിയത്തില്ല എന്താന്ന്. വേറെ ലെവൽ വില്ലേജാണ്. മൗണ്ടെയ്ൻസൊക്കെ നോക്കി. മൊണാസ്ട്രി ഉണ്ട് അവിടെ. മൊണാസ്ട്രി അതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. നല്ലപോലെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അധികം കയറാനോ അധികം നടക്കാനോ ഒന്നും പറ്റുന്നില്ല. കൊള്ളാം അല്ലേ? വാ
അപ്പോൾ ഇവിടെ ഞാൻ തിരിച്ചിറങ്ങി. ഇനി പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാന്നുള്ള രീതിയിലാണുള്ളത്. മരപ്പാലം നല്ല സ്ട്രോങ് ആണ്. ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല, എല്ലാം ക്ലോസ് ആണ്. അധികം ഇന്ന് പട്ടിണിയാവാനാണ് സാധ്യത. ഒന്നെങ്കിൽ താഴോട്ട് പോയാൽ എന്തെങ്കിലും കിട്ടും. നോക്കട്ടെ. എന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ വില്ലേജിൽ. ഞാനിപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ടാണുള്ളത്. ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാം പോലും അങ്ങനെ ഞാനിപ്പോൾ വില്ലേജിലെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളിങ്ങനെ എനിക്കിങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളിങ്ങനെ പറഞ്ഞു തരാണ്. വേറെ രസമാണ് കേട്ടോ, വേറെ ഒരു വൈബാണ് ഈ വില്ലേജ്. നല്ല പീസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് നേരെ മണാലിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ കുട്ടികളോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ നിന്ന് ഇവർക്ക് എന്ത് എനർജിയാണെന്നറിയോ. ഞാനിവിടെ കുറച്ച് നേരം നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. പക്ഷെ ഇവർ യൂസ്ഡ് ആയതുകൊണ്ട് ഇവർക്കൊരു കുഴപ്പമില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. കുട്ടിയൊക്കെ ഞാൻ ഈ ബിസ്ക്കറ്റും മുട്ടായൊക്കെ മേടിച്ചു കൊടുത്താൽ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഇവരിങ്ങനെ എൻ്റെ ബാഗ് കൊണ്ട് കളിക്കുകയാണ്. ഓക്കെ, ഞാൻ വെള്ളം വേണമെന്ന് പറഞ്ഞത് തന്നെ വെള്ളം കുപ്പിയും കൊണ്ട് ഓടിപ്പോയിട്ടുണ്ട്. എന്തായാലും ടെൻ്റ് അടിക്കാൻ ഇവർ ഭയങ്കര എക്സൈറ്റ് ആയിട്ടാണുള്ളത്. വലിയ പറയുന്നത് ഞങ്ങൾക്ക് തണുക്കുന്നുണ്ട്, ടെൻ്റ് അടിക്കുക, ടെൻറ്റിൽ ഞങ്ങൾക്ക് കിടക്കണം എന്നൊക്കെ. എന്തായാലും നോക്കട്ടെ. ഞാൻ എൻ്റെ ടെൻ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ എവിടെ പോയി നിങ്ങൾ നോക്കുന്നുണ്ടാവും. എല്ലാവരും ഇതിനുള്ളിലാണ്. ഹായ്. നമുക്ക് ഇവിടുന്ന് നേരെ മുന്നിൽ നിന്ന് കാണുന്നത് മൊണാസ്ട്രി വ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ടെൻ്റ് ഇരുന്നിട്ടാണുള്ളത്. നല്ല രസമല്ലേ, ഇവരിൽ ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ. ഭയങ്കര ഗെയിമറാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ. നോക്കി നല്ല ക്യൂട്ടല്ലേ എല്ലാം കാണാൻ. ടെൻറ്റിനുള്ളത് ഭയങ്കര കളിയാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് സംഭവം എന്തോ സംഭവമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഓയിലൊക്കെ എടുക്കുന്നതാണ് പറയുന്നത്. കോൺസ ഓയിൽ പത്താ? നുങ്കർ ഓയിൽ എന്തോ ചെറിയൊരു ധാന്യമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ധാന്യത്തിൽ നിന്ന് ഓയിൽ എടുക്കുന്നതാണ് പറയുന്നത്. ये फाड़ के देखो ना, फल का स्मेल आता है. अच्छा, मिर्ची पत्ता है. इसके अंदर मजा उठके. ഇവരെ സ്കൂള് അവിടെയാണ് വരുന്നത്. ആ മൊണാസ്ട്രീൻ്റെ അടുത്ത് അങ്ങനെയാണ് ഇവിടെ സ്കൂൾ വരുന്നത്. 9 മണിക്ക് ഇങ്ങനെയാണ് സ്കൂള് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 6:30 എന്നിട്ടും ഇവിടെ ഇരുട്ടിയിട്ടൊന്നുമില്ല. നോക്കിയേ, ആ മലയുടെ മുകളിലൊക്കെ നമുക്കിങ്ങനെ സൂര്യൻ പതിച്ചിട്ട് വേറെ രസമാണ് കാണാൻ. മൗണ്ടെയ്ൻസൊക്കെ കേട്ടോ, വേറെ നല്ലൊരു പീസ്ഫുൾ വില്ലേജാണ്. ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. ഞാനിവിടെ ടെൻ്റ് അടിച്ചിട്ട് എല്ലാ കുട്ടികളും എൻ്റെ ടെൻറ്റിൽ കയറി കളിക്കുകയാണ്. अंकल है हमारा, ये हमारा दोस्त है. दोस्त, ये दोस्त इसको किस मार रहा है. और मारो दोस्त, इसको मारो. ये इसको डाल रहा है दोस्तों. देखो 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 देखो, ये देखो, ये देखो, इसको पीट रहा है. നമ്മളവിടെ വെച്ചിട്ടുണ്ട്. കുട്ടിയൊക്കെ വീണ്ടും എന്തെങ്കിലും വേണമെന്ന് തന്നെ എന്നെ ഇങ്ങനെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഞാനും പോവാണ്. ഇതുണ്ടോ നല്ല ഫ്ലവർ അല്ലേ. നമുക്ക് ഇവിടെ ആയിട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. കുട്ടികൾ തന്നെ കുട്ടി ഇങ്ങനെ കടയിലേക്ക് വന്നിട്ടാണുള്ളത്. എൻ്റെ ടെൻറ്റ് അവിടെ എവിടെയാണ് അടിച്ചത്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. എനിക്ക് ചെറുതായിട്ട് ഹെഡ് ഏക്ക് ഉണ്ട്. അതുപോലെ അധികം ഓടാനൊന്നും പറ്റത്തില്ല. ശ്വാസത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നല്ലപോലെ ഇരുടായിട്ടുണ്ട്. നല്ലപോലെ തണുപ്പുണ്ട് കേട്ടോ. തണുത്ത് വെറുക്കാണ്. ഹോട്ടലിലൊന്നും ഭക്ഷണമൊന്നും ഇല്ല. അപ്പോൾ ഡിന്നർ എന്തെങ്കിലും നോക്കണം. ഏതെങ്കിലും വീട്ടിൽ നിന്നും ചോദിച്ചിട്ടാലും അറേഞ്ച് ചെയ്യേണ്ടി വരും. തൽക്കാലം ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തത്. ഗയ വില്ലേജിലാണുള്ളത്. ഓക്കെ, അങ്ങനെ ടെൻ്റൊക്കെ പാക്ക് ചെയ്തു. വില്ലേജ് നിങ്ങളൊക്കെ നല്ല പീസ്ഫുൾ വില്ലേജാണ്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ചെറിയൊരു പശുക്കിട കാണാം. ഉണ്ടോ? അങ്ങനെ നമ്മൾ ഈ വില്ലേജിൽ നിന്ന് പോവാണ്.
ലഡാക്കിലെ ഒരു ടിപ്പിക്കൽ വില്ലേജ് കണ്ടോ. ഇവിടെ ഒരുപാട് പേരിങ്ങനെ പശുവിനിങ്ങനെ മേച്ച് നടക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ സസോമ എന്ന വില്ലേജാണ് ഈ കാണുന്നത്. ഗയ വില്ലേജിൽ നിന്ന് ഒരു 2 കിലോമീറ്ററാണ്. ഞാനിതുവരെ നടക്കുമായിരുന്നു. വളരെ കുറഞ്ഞ വണ്ടി ഇതിലൂടെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിശ്ചയിക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് നോക്കാം. ഇവിടുന്ന് മണാലിയിലേക്ക് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഇന്നത്തെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മിഡിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ഞാൻ ഈ ഒരു വണ്ടിയിലാണ് ഇതുവരെ വന്നത്. എന്തായാലും മുന്നോട്ടും ഈ വണ്ടി തന്നെയാണ്. ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഈ ഹോട്ടലിലേക്ക് വെള്ളം നിറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു ലോറി ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് ദൂരം. ഇതിലോട്ട് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ കിതക്കും. ഇത് വേണ്ടിയിട്ട് നോക്കാം. ഇനി അങ്ങോട്ടൊന്നും വില്ലേജൊന്നും ഇല്ല, സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്നിട്ട് എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഭയ്യയുടെ കൂടെയാണ് പോകുന്നത്. ഭയ്യ മണാലി വരെ ഉണ്ട്. अविनाश അവിനാശ്. मैं भाई मंडी से हिमाचल से ഹിമാചലിലെ ആളാണ്. എന്തായാലും ഒരുപാട് നേരമായി ഇവിടെ നിൽക്കുന്നു. ഒരു വണ്ടി നിർത്തുന്നില്ലായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ പോവാണ്. നമ്മൾ ഇതിലൂടെ ട്രക്ക് ഓടിച്ച് പോകുന്നവരെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. കാരണം റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതുവരെ നല്ല റോഡായിരുന്നു. കുറച്ച് ദൂരം നമുക്ക് ഇതുപോലത്തെ റോഡാണ്. ഇതിങ്ങനെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല താഴെക്കൊക്കെയുമാണ്. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ചെറിയൊരു ധാബ കാണുന്നുണ്ട്. നേരെ മുന്നിൽ കാണുന്നത് ആർമി ക്യാമ്പാണ്. ഇപ്പോൾ ബയ്യ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിലാണ് ഞാൻ വരുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒടിച്ചതായിട്ട് കാണാൻ പറ്റും, റൈഡേഴ്സിൻ്റെ. ഞാനും ബയ്യ ഇവിടുന്ന് ആലു പൊറോട്ടയൊക്കെ കഴിച്ചു. എന്തായാലും മണാലി സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.